Welcome to Sunrise English class. ഹലോ എവരിവൺ, ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡെയിലി ഉപയോഗിക്കുന്ന ഏതാനും സെൻറ്റൻസസ് ആണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് സെൻറ്റൻസ്, നീ എന്താ ഇന്നലെ എന്നെ വിളിക്കാതിരുന്നത്? പാസ്റ്റ് ടെൻസിലാണ് വരുന്നത്. കഴിഞ്ഞുപോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഡ് ഉപയോഗിച്ച് ചോദിക്കുവാനായിട്ട് സാധിക്കും. വൈ ഡിഡിൻ യു കോൾ മീ യെസ്റ്റർഡേ? വൈ ഡിഡിൻ യു കോൾ മീ യെസ്റ്റർഡേ? ഡിഡ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും V1 ഫോമാണ്. അതായത് ഏത് വെർബാണോ ഉപയോഗിക്കുന്നത് ആ വെർബിൻ്റെ V1 ഫോമാണ് ഡിഡിന് ശേഷം ഉപയോഗിക്കുന്നത്. അടുത്ത സെൻറ്റൻസ്, അവൾ എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അറിയുമായിരുന്നില്ല. If she hadn't called me, I wouldn't have known. If she hadn't called me എന്ന് പറഞ്ഞാൽ അവൾ എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ എന്ന മീനിങ് ആണ്. ഞാൻ അറിയുമായിരുന്നില്ല. I wouldn't have known. അടുത്ത സെൻറ്റൻസ്, നീ എന്താ നിന്റെ അനുജത്തിയെ കൊണ്ടുവരാഞ്ഞത്? Why didn't you bring your younger sister along? Why didn't you bring your younger sister along? Younger sister എന്ന് പറഞ്ഞാൽ അനുജത്തി എന്ന മീനിങ് ആണ്. ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്ന മീനിങ് ആണ്. അടുത്ത സെൻറ്റൻസ്, എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. I like this place. I like this place. അടുത്ത സെൻറ്റൻസ്, ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കേണ്ടായിരുന്നു. You shouldn't have prepared so many dishes. You shouldn't have prepared so many dishes. പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കുക എന്ന മീനിങ് ആണ്. അടുത്ത സെൻറ്റൻസ്, ഇത് അത്രയും അധികമൊന്നുമില്ല. It's nothing much. It's nothing much. അടുത്ത സെൻറ്റൻസ്, സ്വയം എടുത്തു കഴിക്കൂ. Please help yourself. Please help yourself. നിങ്ങൾ സ്വയം എടുത്തു കഴിക്കൂ എന്ന മീനിങ് ആണ്. അടുത്ത സെൻറ്റൻസ്, ഞാൻ വേറൊരെണ്ണം എടുത്തോളാം. I will take another one. I will take another one. Another one എന്ന് പറഞ്ഞാൽ വേറൊരെണ്ണം എന്ന മീനിങ് ആണ്. അടുത്ത സെൻറ്റൻസ്, അത് മതിയോ? Is that enough? Is that enough? അടുത്തത്, അത് മതിയില്ലേ? Isn't that enough? Isn't that enough? അടുത്ത സെൻറ്റൻസ്, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. Let's go together and see it. Let's go together and see it. Together എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്ന മീനിങ് ആണ്. Let's go എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാമെന്നാണ്. അടുത്ത സെൻറ്റൻസ്, അവൾ കൃത്യസമയത്ത് ഇവിടെ വരാൻ ഒരു സാധ്യതയുമില്ല. There is no chance she will be here on time. There is no chance she will be here on time. ചാൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സാധ്യത എന്ന മീനിങ് ആണ്.
അടുത്ത സെൻറ്റൻസ്, എന്തുകൊണ്ട് നിനക്ക് തന്നെ അവളോട് പറഞ്ഞുകൂടാ? വൈ ഡോണ്ട് യു ടെൽ ഹർ യുവർ സെൽഫ്? വൈ ഡോണ്ട് യു ടെൽ ഹർ യുവർ സെൽഫ്? അടുത്ത സെൻറ്റൻസ്, അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. ഡോണ്ട് ഈവൻ തിങ്ക് എബൌട്ട് ഇറ്റ്. ഡോണ്ട് ഈവൻ തിങ്ക് എബൌട്ട് ഇറ്റ്. അടുത്ത സെൻറ്റൻസ്, അവരോട് സംസാരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. It's no use talking to them. It's no use talking to them. അടുത്ത സെൻറ്റൻസ്, അവർ എത്ര കാലമായി ഇവിടെയുണ്ട്? How long have they been here? How long have they been here? അടുത്ത സെൻറ്റൻസ്, ഒരു നിമിഷം എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. വെയിറ്റ് എ മിനിറ്റ്, മൈ സെൽ ഫോൺ ഈസ് റിങ്ങിങ്. വെയിറ്റ് എ മിനിറ്റ്, മൈ സെൽ ഫോൺ ഈസ് റിങ്ങിങ്. അടുത്ത സെൻറ്റൻസ്, നിനക്ക് അതിനെക്കുറിച്ച് വേറെ എന്തറിയാം? വാട്ട് എൽസ് ഡു യു നോ എബൌട്ട് ഇറ്റ്? വാട്ട് എൽസ് ഡു യു നോ എബൌട്ട് ഇറ്റ്? അടുത്ത സെൻറ്റൻസ്, നീയും ആദ്യമായിട്ടാണോ ഇവിടെ? ആർ യു ഹിയർ ഫോർ ഫസ്റ്റ് ടൈം ടു? ആർ യു ഹിയർ ഫോർ ഫസ്റ്റ് ടൈം ടു? അടുത്ത സെൻറ്റൻസ്, എനിക്കെല്ലാം മനസ്സിലായി. I have understood everything. I have understood everything. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.